ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് പഴക്കമുള്ളൊരു വീഡിയോ ആണ്. ഉത്സവ വീഡിയോകൾക്കിടയിൽ മുങ്ങിപ്പോയൊരു വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ സച്ചുക്കുട്ടൻ ഉത്സവത്തിന് വന്നപ്പോഴുള്ള കുറച്ച് ഭാഗങ്ങൾ അന്ന് ഞാൻ എടുത്തു വെച്ചിരുന്നതാണ്. അപ്പോൾ അവൻ വന്നിട്ട് ഉത്സവം കഴിഞ്ഞ് തിരിച്ചു പോയി ക്ലാസ്സിനും പോയി തുടങ്ങി. എന്നാലും വേണ്ടിയില്ല, നമ്മൾ എടുത്തു വെച്ചല്ലേ അപ്ലോഡ് ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ ഇടുന്നതാണ്. അന്നിപ്പോൾ അതിൽ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നേ. നേരത്തെ എണീറ്റു എന്ന് പറയാൻ പറ്റില്ല, കാരണം രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. മോൻ വരുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ കണ്ണ് തുറന്ന് സമയം നോക്കി കിടക്കുമായിരുന്നേ. മുന്നേ മണിയണ്ണൻ ചെന്നൈന്ന് വരുമ്പോഴേ ഇങ്ങനെയായിരുന്നു. റിസർവേഷൻ ചെയ്തു എന്ന് പറയുമ്പോഴേ ഇങ്ങനെ കാത്തിരിക്കും, ദിവസം എണ്ണി ഇങ്ങനെ കാത്തിരിക്കും. തലേ ദിവസവും പിന്നെ ഉറക്കം വരത്തില്ല, ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കും. ട്രെയിനിലൊക്കെ വരുന്നതല്ലേ എന്നുള്ള ആ ഒരു പേടിയുണ്ട്. അങ്ങനെ ഇരിക്കുക. അണ്ണൻ നാട്ടിൽ സെറ്റിൽഡായി, ആ ഒരു ടെൻഷനും പേടിയൊക്കെ മാറി. ഇപ്പോൾ ദാ കിടക്കുന്നു, മോൻ ബാംഗ്ലൂരിൽ പോയി. വീണ്ടും നമുക്ക് അതേ അവസ്ഥ തദൈവ. അങ്ങനെ കാത്തിരുന്ന അവസാനം 4:30 ഞാനങ്ങ് എണീക്കുമായിരുന്നേ. എണീറ്റ് പിന്നെ നമ്മുടെ പതിവ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് ടു ലിസ്റ്റൊക്കെ എഴുതിയെങ്കിലും ടു ലിസ്റ്റ് പോലെ അന്ന് കാര്യങ്ങളൊന്നും മുന്നോട്ട് പോയില്ല. എല്ലാം മോൻ വന്നൊക്കെ കഴിഞ്ഞപ്പോഴും, മോൻ വന്നതിന് മുമ്പേ എണ്ണം കുറേയൊക്കെ മാറ്റി. പിന്നെ മോൻ വന്നു കഴിഞ്ഞിട്ടും പിന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യം പറയാനും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ ടു ലിസ്റ്റൊക്കെ അപ്പടി മാറി എഴുതി വെച്ചു. നമ്മുടെ ആ ഡെയിലി ചെയ്യുന്ന ആ ഒരു വേസിൽ നമ്മളെല്ലാം ചെയ്തു. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഈയിടെയായിട്ട് കുറച്ച് അഫർമേഷൻസൊക്കെ ഒന്ന് എഴുതി വെക്കുമെന്ന്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യാം, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്ന് മനസ്സിലാക്കിയ ശേഷം ഒരു വീഡിയോ ചെയ്യാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോഴത്തേക്കും ഏതാണ്ട് 5 മണിയൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ 1-2 മാസമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ്, രാവിലെയും വൈകുന്നേരവും ആവി പിടിക്കും. വൈകുന്നേരം എല്ലാ ദിവസമൊന്നും പറ്റില്ല, ചിലപ്പം കടയിൽ നിന്ന് വരുന്നത് അനുസരിച്ചൊക്കെ ഇരിക്കും ടൈം. രാവിലെ കറക്റ്റായിട്ട് ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ രാവിലെ കറക്റ്റായിട്ട് ആവി പിടിക്കും. കാരണം എനിക്ക് സൈനസൈറ്റിസിൻ്റെയും അലർജി, തലവേദനയൊക്കെ ഉണ്ട്. ഇതിനെല്ലാം ഈ ആവി പിടിക്കുന്നത് നല്ല. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ തലവേദനയ്ക്കായാലും അലർജിക്കായാലും ഒക്കെ ഇങ്ങനെ ആവി പിടിച്ചാൽ മതിയെന്ന്. എനിക്ക് നല്ല റിലീഫുണ്ട് കേട്ടോ. എനിക്കൊരു ഡോക്ടർ പറഞ്ഞു തന്നതായിരുന്നു, നമ്മുടെ കടയിൽ വന്ന ഒരു ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നൊരു ടിപ്പായിരുന്നു. എനിക്ക് നല്ലപോലെ യൂസ്ഫുൾ ആവുന്നുണ്ട്. ഞാൻ ആവിയൊക്കെ പിടിച്ച് പിന്നെ ഒന്ന് ചായയൊക്കെ ഇട്ട് കുടിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും മണിയണ്ണം പോയി ബീഫ് മേടിച്ചുകൊണ്ട് വന്ന്. ഞാൻ പറഞ്ഞില്ല, മണിയണ്ണം കുറച്ച് ടു ലിസ്റ്റൊക്കെ മാറ്റിയായിരുന്നെന്ന്. ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് അപ്പവും മുട്ടക്കറിയുമായിരുന്നു. അതിനെല്ലാം റെഡിയാക്കി വെച്ചിട്ടായിരുന്നു രാത്രി കിടന്നത്. അപ്പോഴത്തെ പറഞ്ഞ മോന് ബീഫ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ കിട്ടത്തും ഇല്ലല്ലോ. അവിടെ ആണെങ്കിൽ ചിക്കൻ ആയപ്പോഴും കിട്ടുന്നത്. കുഞ്ഞിനാണെങ്കിൽ ചിക്കൻ അധികം ഇഷ്ടവും അല്ല, അതുകൊണ്ട് അവൻ അങ്ങ് കഴിക്കത്തില്ല ചിക്കൻ, അധികം അവിടെ നിന്ന് കഴിക്കാറുമില്ല. അതുകൊണ്ട് നമ്മൾ വരുന്ന ദിവസം ബീഫ് മേടിക്കും. അന്നേരം പിന്നെ എന്തായാലും രാവിലെ അപ്പവും ബീഫും ആകുമ്പോൾ കുറച്ചുകൂടി അവന് ഇഷ്ടപ്പെടുമല്ലോ എന്ന് വെച്ചിട്ട് രാവിലെ പോയി അണ്ണൻ അങ്ങ് മേടിച്ചുകൊണ്ട് വന്ന്. അപ്പോൾ പിന്നെ ബീഫ് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് അരി വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം തന്നെ അടുപ്പയിലങ്ങ് ബീഫ് വയ്ക്കുമായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായി എൻ്റെ അണ്ണൻ ആകപ്പാടെയുള്ളൊരു ദുർവാശി, ആ ശീലം മാറ്റിയെടുക്കാൻ പറ്റാത്തൊരു ശീലം എന്ന് വെച്ചാൽ ബീഫ് മേടിച്ചാൽ അത് അടുപ്പിൽ തന്നെ വെക്കണം എന്നുള്ളൊരു ഇത്. അണ്ണനാണേ കുഞ്ഞുനാളിലെ അമ്മ മരിച്ചതാണ്. അതുകൊണ്ട് അച്ചാമ്മ വളർത്തിയ മക്കളാണേ. അതുകൊണ്ട് അച്ചാമ്മയൊക്കെ ഇങ്ങനെ അടുപ്പിലൊക്കെ വെച്ച് കൊടുത്തുകൊണ്ട് അവരുടെ വായിൽ ആ ഒരു ടേസ്റ്റ് കിടക്കുന്നതുകൊണ്ടായിരിക്കാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പം കുക്കറി വെക്കട്ടെ എന്നാ എന്ന് ചോദിച്ചാൽ വെക്ക്, ആ ഒരു പറച്ചിൽ കേൾക്കുമ്പോൾ നമുക്കറിയാം പുള്ളിക്ക് ഇഷ്ടമല്ല. അന്നേരം പിന്നെ നമ്മൾ അതോടങ്ങ് യോജിച്ച് ഞാൻ അന്ന് തൊട്ടേ പിന്നെ അങ്ങ് അടുപ്പിലേ വയ്ക്കത്തുള്ളൂ. മണിയാണ് നാട്ടിലില്ലാത്ത സമയത്ത് ഞങ്ങൾ കുക്കറിലൊക്കെ ഉടായ്പ് കാണിച്ച് വെച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അണ്ണൻ നാട്ടിലുണ്ടെങ്കിൽ മാക്സിമം ഞാൻ അടുപ്പിൽ തന്നെ വയ്ക്കാൻ ശ്രമിക്കും. വയ്യെങ്കിൽ പിന്നെ ഇപ്പോൾ നമ്മൾ കുക്കറിലൊക്കെ വെച്ചേ നിവർത്തിയുള്ളൂ. എൻ്റെ സൗണ്ടിന് നല്ല വ്യത്യാസമുണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ ഫ്രണ്ട്സ്. ഉത്സവം കഴിഞ്ഞപ്പോഴത്തേക്കും പനി പിടിച്ച് ഭയങ്കര വല്ലാത്തൊരവസ്ഥയായിപ്പോയി. പിന്നെ ഇന്നാണ് കടയിലും വരാൻ തുടങ്ങിയത്. പിന്നെ ഇന്ന് കടയിൽ വന്നിരുന്നാണ് വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നത്. സച്ചിക്കുട്ടനെ ഫസ്റ്റ് പനി പിടിച്ചത്. പിന്നെ അയാൾ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നു. പിന്നെ സമയം കിട്ടിയില്ല, അങ്ങ് പോയി. അടുത്ത ദിവസം ഇൻ്റർണൽ എക്സാം തുടങ്ങുമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇവിടെ നിൽക്കാനും പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങ് പോയി. പിന്നെ അവിടെ പോയി ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടാണ് എക്സാമിന് പോയത്. അപ്പോഴത്തേക്കും നിച്ചിക്കുട്ടനായ പിന്നെ പറയണ്ടല്ലോ, അവൻ എനിക്ക് തന്നിട്ടേ അവൻ്റെ പനി പിന്നെ മാറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ സംസാരിച്ചിരുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബീഫ് കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ബീഫ് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ അരി വെക്കാനായിട്ട് വെള്ളം അടപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അരി കഴുകി അടപ്പയിലിട്ട്. വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിൽ മാക്സിമം ഞാൻ അടപ്പയിൽ തന്നെ അരി വെക്കാനായിട്ട് ശ്രമിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും രാവിലെ എഴുന്നേൽക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് തലേന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അരി തിളപ്പിച്ച് ചാക്സിനകത്ത് വെച്ചിട്ട് കിടക്കും. മാക്സിമം അടപ്പയിൽ തന്നെ ഞാൻ വയ്ക്കാൻ ശ്രമിക്കുവേ. മണിയണ്ണ അപ്പോഴത്തേക്കും മതിലയിലൊക്കെ പെയിൻ്റ് അടിക്കുമായിരുന്നു. ഇത് മോൻ വരുന്നതിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ ഉത്സവം വരുന്നുണ്ട്. ഉത്സവം വരുമ്പം
നമുക്ക് ഉത്സവത്തിൻ്റെ അന്ന് നമ്മൾ വിളക്ക് വയ്ക്കും, മതിലയിലെല്ലാം വിളക്ക് വയ്ക്കും. അതിന് വേണ്ടിയിട്ടൊരു ഡ്യൂപ്ലിക്കേറ്റ് പെയിൻ്റ് അടി, അത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആഡംബരമായിട്ടുള്ള പെയിൻ്റ് അടിയൊന്നും ഇല്ല. ജസ്റ്റ് നമ്മളെ കൊണ്ട് പറ്റുന്ന കണക്ക് ചെറുതായിട്ടൊരു പെയിൻ്റ് അടി, അത്രയേ ഉള്ളൂ. എല്ലാ വർഷവും നമ്മൾ ഉത്സവത്തിന് മുന്നോടിയായിട്ട് ഇങ്ങനെ അണ്ണനും മക്കളോടിയാണ് പെയിൻ്റ് അടിക്കുന്നത്. ഇപ്രാവശ്യം പിന്നെ സച്ചിക്കുട്ടനും ഇല്ലാത്തതുകൊണ്ട് അണ്ണൻ തന്നെ അങ്ങ് അടിച്ചതാണേ. അപ്പോഴത്തേക്കും എൻ്റെ സച്ചിക്കുട്ടൻ എന്താ വന്നിട്ടുണ്ടായിരുന്നേ, അണ്ണൻ കൊണ്ടുവിട്ടിട്ട് പോവുമായിരുന്നു. അവൻ വരുമ്പോൾ അങ്ങ് ഭയങ്കരമായിട്ട് വീഡിയോ എടുക്കുമെന്നൊക്കെ പറഞ്ഞു തന്നെങ്കിലും പിന്നെ എന്നെക്കൊണ്ട് വീഡിയോ എടുക്കാനും ഒന്നും പറ്റിയില്ല. ഇത് കണ്ടോ, രാവിലെ ഞാൻ കുക്കിങ്ങിന് കയറിയപ്പോൾ തൊട്ടേ 2 പേരൂടെ വന്ന് വെളിയിൽ ഇങ്ങനെ കാത്തിരിക്കുന്നതാണ്. വിശപ്പ് അധികമായാൽ മാത്രമേ കുഞ്ഞുങ്ങളകത്ത് കയറത്തുള്ളൂ, അല്ലേ അകത്തോട്ട് കയറി വരത്തില്ലേ. ഇപ്പം ഞങ്ങളെ വിളിക്കുമായിരിക്കും എന്നും പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നോക്കും ഞാൻ ഇവരെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന്. അങ്ങനെ പിന്നെ സച്ചിക്കുട്ടൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അവർക്കും ഫുഡ് കൊടുത്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ വീഡിയോ എടുക്കാനും ഒന്നും നിന്നില്ല. മക്കൾ വെളിയിലൊക്കെയുള്ള അമ്മമാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അവർ വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ കാണുമല്ലേ. പിന്നെ വീഡിയോ എടുത്തത് നിച്ചിക്കുട്ടൻ വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 2 പേരുടെ ഗെയിം കളിക്കാനിരുന്ന്. അപ്പം ഞാൻ പോയിട്ട് വീഡിയോ എടുത്തതാണേ. ഞാനും ഇവന്മാരെ കൂടെ കൂടുന്നതാണ് ഗെയിം കളിക്കാനായിട്ട്. ഇന്ന് പിന്നെ എനിക്ക് ആവശ്യം പോലെ ജോലിയുണ്ട്. ഉത്സവം ആയതുകൊണ്ട് തന്നെ 2 ദിവസം മുമ്പാണ് വീട്ടിൽ നിൽക്കാൻ തുടങ്ങിയ. നമ്മൾ ഓണത്തിന് വീട്ടിൽ നിന്ന് അധികം വൃത്തിയാക്കലും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു, മൊത്തത്തിൽ കടയിലായിരുന്നല്ലേ. അതുകൊണ്ട് തന്നെ പൊങ്കാലയ്ക്ക് വൃത്തം നിൽക്കണമെങ്കിൽ വീടെല്ലാം വൃത്തിയാക്കിയൊക്കെ വേണമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ അവന്മാരോട് ഗെയിം കളിക്കാനൊന്നും കൂടിയില്ല. അതിന് അവൻ എന്നെ കളിയാക്കുവാണ് നിച്ചിക്കുട്ടൻ ഇരുന്നിട്ട്. വന്നാൽ തോറ്റു പോകുമെന്നുള്ള പേടി കൊണ്ടിട്ടല്ലയോ മാറിയിരിക്കുന്നത്, അല്ലായിരുന്നു വന്നേനല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. സത്യമാണ്, ഞാൻ ഇവന്മാരോട് പോയിട്ട് തോറ്റ് തൊപ്പി അടിക്കത്തേ ഉള്ളൂ. ഒരു ഗെയിം പോലും ഇതേവരെ ഞാൻ അവന്മാരോട് പോയിട്ട് ജയിച്ചിട്ടില്ലേ. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പ്രത്യേകം പറയട്ടെ. നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞതെല്ലാവരും ശ്രദ്ധിച്ച് കാണുമല്ലോ. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പുതിയ വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും ടാറ്റ, ബൈ ബൈ.